നമ്മളെ കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ നമ്മൾ പിന്നെ വീണ്ടും വീണ്ടും അവരോട് നമ്മളെ കാര്യങ്ങൾ സംസാരിക്കാൻ പോകരുത്. കാരണം അവർക്ക് നമ്മളെ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിനർത്ഥം ഒരിക്കലും തന്നെ അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അങ്ങനത്തെ ആളുകളോട് പിന്നെ നമ്മൾ എന്തിനാ ഒരിക്കൽ പോലും നമ്മുടെ വിശേഷങ്ങൾ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയാത്തവർ പിന്നെ നമ്മുടെ കാര്യങ്ങൾ എന്തിനാണ് അവരോട് വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുന്നത്? നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മ തന്നെ വേണം. നമ്മൾ 2 മൈൻഡ് ഉണ്ടാക്കിയെടുക്കും. ഒന്ന് കോൺഫിഡൻറ്റിൻ്റെ മൈൻഡ്. എന്ത് മല ഇടിഞ്ഞ് വീണാലും ഒന്നും പറ്റില്ല എന്നുള്ള മൈൻഡ്. അതിനൊക്കില്ല. അതാണ് ഒറ്റയ്ക്ക് പോരാടുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ. സ്വന്തം മൈൻഡിനോട് പോരാടി സ്വന്തം മൈൻഡിനെ മൂർച്ചയാക്കിയെടുക്കുക. അതാണ് ബെസ്റ്റ്. ഒരാളുടെ സഹായം ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് സ്വന്തമായിട്ട് റിസേർച്ച് നടത്താൻ പറ്റും. കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് റിസർച്ച് നടത്താൻ പറ്റും. സ്വന്തമായിട്ട് ആനന്ദം കണ്ടെത്താൻ പറ്റും. പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ ബെഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരോട് ബെഗ് ചെയ്യണം എന്തിനാ? അയ്യോ എനിക്ക് കുറച്ച് സമാധാനം തായോ, ഞാനൊന്ന് നിന്നോട് എൻ്റെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യട്ടെ. അവനാണ് തീരെ താല്പര്യമില്ല കേൾക്കാൻ. അങ്ങനത്തെ ആളോട് എന്തിനാണ് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്? ഒരാവശ്യമില്ല.